ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, തന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ഒരു ധനിക യുവാവിനോട് യേശു പറഞ്ഞു, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21-ാം തിരുവചനം. രണ്ടാം ക്രിസ്തു എന്ന പേര് ലഭിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി, അദ്ദേഹം തൻ്റെ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു വന്ന ഒരു ധനിക യുവാവിനോട് പറഞ്ഞു, പോയി നിനക്കുള്ളതെല്ലാം ദരിദ്രർക്ക് കൊടുക്കുക. ഉടൻ ആ യുവാവ് മടങ്ങിപ്പോയി. സ്വത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് തിരികെ വന്നപ്പോൾ ഫ്രാൻസിസ് വീണ്ടും ചോദിച്ചു, നിനക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചോ? ഉവ്വ്. ആ യുവാവ് മറുപടി പറഞ്ഞു, ആർക്കാണ് നീ കൊടുത്തത്? എൻ്റെ ബന്ധുക്കൾക്ക്. ഫ്രാൻസിസ് പറഞ്ഞു, നീ ഈ സഭയിൽ ചേരാൻ യോഗ്യനല്ല. കാരണം നീ നിന്റെ പിതൃഭവനത്തെയും ബന്ധുക്കളെയും വിട്ടു പോന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, വലിയൊരു സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. നാം എപ്പോഴും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നു. നമ്മുടെ സുരക്ഷിത ജീവിതം, ഇതാണ് നാം ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ ഇരുട്ടിലേക്ക് എടുത്ത് ചാടാനുള്ള ഒരു മനസ്സ്, ദൈവകരങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള ഒരു തീരുമാനം, ഇതെപ്പോൾ നമുക്കുണ്ടാകുന്നു, അപ്പോൾ നാം വിശുദ്ധ പാതയിലായിരിക്കും, യേശു ശിഷ്യനായിരിക്കും. ഈ സന്ദേശം ലളിത ജീവിത ശൈലി പരിശീലിക്കുവാൻ അനേകർക്ക് പ്രചോദനമരുളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ, സമാധാനം വ്യക്തികളിലും കുടുംബങ്ങളിലും നിറയാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും തൊട്ട് അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തിന് തന്നെ സമർപ്പിക്കാം. ആമേൻ.